ടൈമാണ് ഇങ്ങനത്തെ ഒരു സ്റ്റോറി. സോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. സോ എല്ലാവരും പോയി കാണുക. ഗുഡ്. നമ്മൾ ചെറിയൊരു സംഭവം ചെയ്തിരുന്നു, പക്ഷെ അത് വിചാരിച്ചത്ര വന്നില്ല. ബട്ട് നമ്മൾ ആ ഒരു ഇതിൽ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഓൾ ഓവർ ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. സ്ക്രീനില് കോസ്റ്റ്യൂംസിനെ പറ്റി എന്താ പറയുന്നത്? ആക്ച്വലി നമ്മൾ പടം നേരത്തെ വിഷ്വലൈസ് ഒക്കെ കണ്ടതുകൊണ്ട് നമ്മളിപ്പോൾ എൻ്റെ ടീം കണ്ടു. പടം ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഈവൻ എൻ്റെ രണ്ടാമത് സൂപ്പർ ഹീറോ ജോണറാണ്. മിന്നൽ മുരളിക്ക് ശേഷം ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ ഫീമെയിൽ ലീഡിങ് സൂപ്പർ ഹീറോ ആണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈവൻ ഞങ്ങൾ രണ്ട് ഡിസൈനേഴ്സ് ഉണ്ട്. അർച്ചന റാവോ എന്നുള്ള ഡിസൈനർ കൂടി ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സൂപ്പർ ഹീറോ ജോണേഴ്സൊക്കെ ലോക്ക് ചെയ്തത്. ഈവൻ എൻ്റെ യൂണിവേഴ്സ് നമുക്ക് ബിൽഡ് ചെയ്യണം. പിന്നെ ഈ സിനിമ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മളെ സംബന്ധിച്ച് ആദ്യം സിനിമ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഹീറോ ജോണർ, പിന്നെ ഈ സിനിമയുടെ പ്രീവിയസ് ആയിട്ടുള്ള എപ്പിസോഡുകൾ, ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങാനുള്ള എപ്പിസോഡ്സ്, ഇതിൻ്റെ എൻ്റയർ സ്റ്റോറി നറേഷനിലാണ് നമ്മൾ ഈ പടത്തിലേക്ക് ഉണ്ടാവുന്നത്. സിനിമ വായിച്ചപ്പോൾ തന്നെ സിനിമ ചെയ്യണം, ഇൻഡസ്ട്രിയിൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ചെയ്ത പാടാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി റെസ്പോൺസ് പുറത്തുനിന്നാണ് ഭയങ്കര ഹാപ്പി. നമ്മളത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് പുറത്തുനിന്ന് ആ റെസ്പോൺസ് എൻ്റെ ടീമിന്, ഇപ്പോൾ ഈവൻ കോസ്റ്റ്യൂം മാത്രമല്ല, കോസ്റ്റ്യൂം, മേക്കപ്പ്, പാട്ട്, ഈ സിനിമയുടെ കംപ്ലീറ്റ് ടീം നിന്നത് ഈ സിനിമ എത്രയും നല്ല രീതിയിൽ മലയാളത്തിന് കൊടുക്കണം, മലയാള സിനിമയിൽ നല്ലൊരു ഇങ്ങനത്തെ കണ്ടൻറ്റുകൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചാണ്. പിന്നെ ഈവൻ സെക്കൻഡ് സൂപ്പർ ഹീറോ മൂവിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടും ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. മിന്നൽ മുരളിക്ക് ശേഷം ആഫ്റ്റർ എനിക്ക് ഇച്ചിരി കൂടി ഫാൻറ്റസി ജോണറുകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ എൻ്റെ ഔട്ട്ഫിറ്റുകളൊക്കെ അങ്ങനെ എനിക്ക് പ്രിഫർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ സിനിമയിൽ എനിക്കത് ഭയങ്കര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എല്ലാവരും കളേഴ്സും പാറ്റേൺസും ഇതെല്ലാം. പിന്നെ അൾട്ടിമേറ്റ് വിഷൻ ഇതിൻ്റെ ഡയറക്ടറിൻ്റെയും ക്യാമറമാൻ്റെയും അതേപോലെ ശാന്തിബി ഇവരുടെ ഒരു ഗൈഡൻസിലാണ് നമ്മൾ ഈ പടത്തിനെ ഫുൾ യൂണിവേഴ്സ് സെറ്റ് ചെയ്തത്. ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ ടീം എല്ലാവരും. അടിപൊളി, ഭയങ്കര എക്സൈറ്റഡ് ആണ്. നല്ല പടം, നല്ല പടം. അതെ അതെ, അതിലും നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ആ അതെ അതെ, നല്ല പരിപാടിയാണ്. എല്ലാവരോടും കാണാൻ പറയും. ഏതാ മൂവി കണ്ടോന്നോ? മൂവിയിൽ അഭിനയിച്ച് കണ്ടിട്ടിറങ്ങിയതാ. പേടിപ്പിക്കല്ലേ ചേച്ചി, ഞാൻ പറയാ. നല്ല ഗംഭീര സിനിമയാണ്. കോൺട്രിബ്യൂഷനാ എന്താ പറയേണ്ടത് ഇതിനൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. നല്ല സിനിമയാണ്, കാണാൻ. അല്ല എന്താ പറയണ്ട ഞാന്. പിന്നെ അത് ഒരു ഉറപ്പായിട്ടുണ്ട്. അമേരിക്കയിലും ഇംഗ്ലീഷിൻ്റെ ഒരുപാട് നടന്നത്.